യഥാർത്ഥ ബിറ്റ് കോയിന് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ബ്രൗസറാണ് ക്രിപ്റ്റോ ടാബ് ബ്രൗസർ എന്ന് പറയും. അതായത് നോർമൽ ബ്രൗസർ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഞാൻ കാണിച്ചു തരാം. ടാബ് ബ്രൗസർ അതായത് ഗൂഗിൾ എന്നൊക്കെ അടിച്ചിട്ട് നമുക്ക് നോർമൽ ബ്രൗസർ പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗസറും കൂടിയാണ്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ ഇതിൻ്റെ അഫിലിയേറ്റഡ് ഡാഷ്ബോർഡ് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 41 സതോഷീസ് എനിക്ക് മൈനായിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഏകദേശം അധികമൊന്നും ആയിട്ടില്ല, ഒരു കുറച്ച് സമയമായിട്ടുള്ളൂ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഇമെയിൽ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറിൽ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. പിന്നെയും 2 മണിക്കൂർ പിന്നെയും മൈൻ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഏകദേശം 1000 സതോഷീസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഡോട്ട് 1 2 3 4 ഡോട്ട്, അത് 1000 സതോഷീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റും. 1000 സതോഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച്, കോയിൻ്റെ വില അനുസരിച്ചിട്ട് 41 രൂപയുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പൈസയൊന്നും നമ്മളിതിൽ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അധികം പൈസയൊന്നും പേ ചെയ്യാതിരിക്കുക. കാരണം ക്ലൗഡ് മൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം ചതിക്കുഴികളുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ പക്ഷേ ഇതിലത് ഫ്രീ ആയിട്ട് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. വിഡ്രോയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് പാഡിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആപ്പ് നമുക്ക് ഇതിൻ്റെ ലിങ്ക് മാത്രമേ എനിക്കിപ്പോൾ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് തന്നെ കയറുക. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം നിങ്ങൾ ക്രിപ്റ്റോ കറൻസീൻ്റെ റഫറൽ ആപ്സ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റഫറൽ ഉപയോഗിച്ചിട്ട് കയറുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ പരമാവധി എൻ്റെ റഫറൽ ഉപയോഗിച്ചിട്ട് കയറുക. അപ്പോൾ ഇത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, പെയ്ഡ് ആപ്പ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീമിയം ഒന്നും ഞാൻ അടച്ചിട്ടില്ല. ഇത് നോർമലായിട്ട് ഇതിൽ മൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 1514 ഹോഴ്സ് പെർ സെക്കൻഡൊക്കെയാണ് ഇതിൻ്റെ പവർ എന്നാണ് പറയുന്നത്. യഥാർത്ഥ BTC മൈൻ ചെയ്യണമെങ്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളും പ്രോസസ്സിംഗ് പവറും വേണം BTC മൈൻ ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ അത് നമ്മളെ കുറച്ച് ഇതേറിയം പോലെ നമുക്ക് പെട്ടെന്ന് 5-6 ഇത് എന്തായിരുന്നു പറയുക, അതായത് ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചിട്ടൊന്നും നമുക്കത് മൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല BTC. അപ്പോൾ ക്ലൗഡ് മൈനിങ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയൊരു ബെനിഫിറ്റ്സ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ യഥാർത്ഥ ക്ലൗഡ് മൈനിങ് ആണോ അല്ലെങ്കിൽ ക്ലൗഡ് മൈനിങ് അല്ലേ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഇതിന് വിഡ്രോവൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മിനിമം വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വിഡ്രോവലിൻ്റെ സിമ്പിൾ അടിച്ച് കാണിച്ചു തരാം. മിനിമം വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡു നോട്ട് ഹാവ് ഇനോങ് BTC എന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് BTC ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം 41 BTC ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ 0.00001, അതായത് 1000 BTC കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റും. യു ക്യാൻ ട്രസ്റ്റ് ടു 100%. വി ഓൾവേസ് പേ, ചെക്ക് യുവർ റെസെൻറ്റ് പേയ്മെൻറ്റ് ആസ് എ പ്രൂഫ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്രോവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വിഡ്രോവൽ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. റഫറലിപ്പോൾ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പരമാവധി എൻ്റെ റഫറലിൽ ഇതിൽ കയറുക കേട്ടോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ മൈൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ മൈൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് എനിക്കും കിട്ടും. അപ്പോൾ അതായത് എൻ്റെ മൈനിങ് ബേസിൽ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മൈനിങ് ബേസ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. അപ്പോൾ പരമാവധി എൻ്റെ ലിങ്കിൽ വെച്ചിട്ട് തന്നെ കയറുക. താങ്ക് യു. അപ്പോൾ ഇതേപോലെയുള്ള പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഫ്രീ ക്രിപ്റ്റോ കറൻസികൾ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുന്ന ഒത്തിരി ആപ്ലിക്കേഷൻസുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ തന്നെ ഒത്തിരി ക്രിപ്റ്റോ കറൻസികൾ മൈൻ ചെയ്തെടുക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് തന്നെ നിങ്ങൾ ഓരോന്നായിട്ട് ഞാനിപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. അതായത് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം 5 മിനിറ്റിൽ കൂടുതൽ നീളുന്ന വീഡിയോകളല്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് കമൻസുകൾ ഐ ഡോണ്ട് കെയർ. അതായത് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സത്യസന്ധമായിട്ടേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങളിത്
എന്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും എയർ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.